ഹായ്, അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് മനുഷ്യൻ്റെ ഇമാജിനേഷൻ എന്ന കഴിവിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്തൊരു കാര്യവും ഇപ്പോൾ നമ്മൾ പ്രസൻറ്റിലാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫ്യൂ സെക്കൻഡ്സ് കുറച്ച് നേരം എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ സ്റ്റോപ്പാക്കി വെച്ച് നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം അവിടത്തേക്കുള്ള ഒരു വേ അത് നമ്മുടെ മനസ്സിൽ കുറച്ച് നേരം കണ്ട് ഞാൻ എന്തൊരു കാര്യം ആ കാര്യത്തിലൂടെ ഇങ്ങനെ ചെയ്താൽ എന്താവും, അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ നമ്മൾ ഇമാജിൻ ചെയ്ത് മനസ്സിൽ അങ്ങനെ ആ പാത്തിലൂടെ പോയാൽ ഒരു പക്ഷേ നമ്മൾക്ക് ഈസി ആയിട്ട് പോവാം. ഞാൻ പറയുന്നത്, ഞാനൊരു ഡ്രൈവറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കൺമുന്നിൽ ഒരു ആ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നു. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ആ വണ്ടി അപ്പോൾ ഞാനും വണ്ടി സഡൻലി ഡൗൺ ആക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ആ വണ്ടി എന്തായാലും ഇടിക്കും. അപ്പോൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത ശേഷമാണ് അതിന് ബ്രേക്ക് ചവിട്ടുന്നു, പിന്നെ സേഫായിട്ട് അവിടെ നിർത്താൻ പറ്റുന്നു. ഇതൊക്കെയാണ് ഇമാജിനേഷൻ കൊണ്ടുള്ള നമുക്കുള്ള പ്രയോജനം. അപ്പോൾ ഏതൊരു കാര്യമായാലും വണ്ടി ഓടിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ ലൈഫിൽ ഏതൊരു സിറ്റുവേഷൻസിലൂടെ ഫേസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ കാര്യം വളരെ നല്ലതാണ്. നമുക്ക് ഒരുപാട് സ്ട്രെസ്സൊന്നും ഇല്ലാതെ നമുക്ക് ഒരു ഫ്രീ ആയി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് മനുഷ്യന് അപാരമായ കഴിവുകളും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആരും അങ്ങനെ പാസ്റ്റിൽ തന്നെ കടന്ന് ഉള്ളതൊക്കെ വേണ്ടതൊക്കെ വിചാരിച്ചിട്ട് മനസ്സിനെ അങ്ങ് വേറൊരു തലത്തിലോട്ട് എത്തിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു നോക്കുക. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് നല്ല രീതിയിലൊക്കെ ഗുണം ചെയ്യും.